മണ്ണാർക്കാട് തോരാപുരത്ത് പ്രവർത്തനം തുടങ്ങിയ സയാ പാർക്കിനെതിരെ പരാതിയുമായി പ്രദേശവാസികളും സന്ദർശകരും. കുട്ടികൾക്കായി സ്ഥാപിച്ച റെയ്ഡുകളിൽ സുരക്ഷ ഒരുക്കിയില്ലെന്നും പാർക്കിന്റെ പ്രവർത്തനം സ്വൈര്യ ജീവിതത്തെ ബാധിച്ചതുമായാണ് പരാതി. നഗരസഭയ്ക്ക് 10 ദിവസം മുമ്പ് നൽകിയ പരാതിയിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകൻ സാലി അബൂബക്കറിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ നഗരസഭയിലെത്തി. ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിന്നാണ്. ഇതുവരെ കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് അറിയില്ല. കാരണം അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് MLA-യും ചെയർപേഴ്സണുമാണ്. പിന്നെ അതിൻ്റെ മുകളിലൊരു നടപടി ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മുനിസിപ്പാലിറ്റി ഈ രീതിയിലുള്ള നിരുത്തരപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. 10 ദിവസമായിട്ട് കയറി ഇറക്കാം. ഞങ്ങൾക്ക് ജീവിക്കേണ്ട അവിടെ. തോരാപുരത്ത് കുറഞ്ഞ വിസ്തൃതിയുള്ള സ്ഥലത്താണ് സ്വകാര്യ പാർക്ക് പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഇവിടെ എത്തുന്നതാവട്ടെ ആയിരക്കണക്കിന് ആളുകളും. അവധി ദിനങ്ങളിൽ പാർക്കിൽ തിരക്ക് വർദ്ധിക്കും. പ്രധാനമായും കുട്ടികൾക്കുള്ള റെയ്ഡുകളാണ് പാർക്കിലുള്ളത്. മുതിർന്നവർക്ക് സായാഹ്നങ്ങളിൽ വന്നിരിക്കാനുള്ള സൗകര്യത്തോടെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. എന്നാൽ റെയ്ഡുകളിൽ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ കുട്ടികൾ ഒരേ സമയം കയറുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ സുരക്ഷാ ജീവനക്കാരില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകുമെന്ന് പൊതുപ്രവർത്തകൻ സാലി അബൂബക്കർ പറഞ്ഞു. 17-ാം വാർഡിൽ ഇപ്പോൾ ചെറിയൊരു പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സായ ബേക്കറി എന്ന് പറഞ്ഞ പേരിൽ അവരുടെ ചെറിയൊരു 10 സെൻറ്റ് സ്ഥലത്തിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പാർക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട്. ഈ സംവിധാനം യൂട്യൂബർമാർ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരുപാട് ജനങ്ങൾ അത് ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളാണ് ആ ഏരിയയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്ക് ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാൾക്ക് നാൾ. അത് കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലവും ഏരിയയും സ്പേസും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ വന്നതിന് വെച്ചപ്പോൾ അതിന് ലൈസൻസ് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അതിൽ ലൈസൻസ് കൊടുത്തിട്ടില്ല. കാരണം അത് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥാപനമല്ലാത്തതുകൊണ്ട് ലൈസൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തപ്പോൾ അവർക്കും ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ 10 ദിവസമായിട്ട് പൊതുജനങ്ങൾ അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 10 ദിവസമായിട്ടും ഒരാളും വന്ന് ഇൻസ്പെക്ഷൻ നടത്താനോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും ഇതുവരെ തുനിഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വീണ്ടും മുനിസിപ്പാലിറ്റി വരികയും മുനിസിപ്പാലിറ്റി അധികൃതരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അവർക്കും മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒരുപാട് ക്രൗഡാണ് വരുന്നത്. കാരണം 10 സെൻറ്റ് സ്ഥലത്തിലൊക്കെ 500-1000 ആളുകളൊക്കെ വന്നു വരുന്നു. ഒരു സാറ്റർഡേക്ക് അവിടെ വരുമ്പോൾ 1000-500 ആൾക്കാരാണ് വരുന്നത്. അതിൽ കുട്ടികൾ തന്നെ പല റെയ്ഡുകളിലും അനിയന്ത്രിതമായിട്ടുള്ള രീതിയിലാണ് അവിടെ പല റെയ്ഡുകളും നടക്കുന്നത്. ആ റെയ്ഡുകളിലൊക്കെ പെട്ട് ഏതെങ്കിലും കുട്ടികൾക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാലും നാളെ ഇതേ മുനിസിപ്പാലിറ്റിയാണ് ഉത്തരവാദിത്വം പറയേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ആ പരിസര പ്രദേശത്തുള്ള ജനങ്ങൾക്കും അവിടുത്തെ ആളുകൾക്കും മൊത്തം നൽകണമെന്ന് മുനിസിപ്പാലിറ്റിയോട് വീണ്ടും അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് മുനിസിപ്പാലിറ്റി വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു അടിയന്തര പെറ്റീഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അധികൃത ആരാച്ചാൽ അത് പെട്ടെന്ന് വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം റെയ്ഡിൽ നിന്ന് 5 വയസ്സുകാരൻ വീണിരുന്നു. ഭാഗ്യം കൊണ്ടാണ് അപകടം ഒഴിവായത്. പാർക്ക് തുടങ്ങുന്നതിനുള്ള ഒരു മാനദണ്ഡങ്ങളും മതിയായ ജീവനക്കാരുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. പാർക്കിലേക്ക് എത്തുന്നവരുടെ ബഹളം കാരണം സമീപത്തെ വീടുകളിൽ സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ നഗരസഭയ്ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ഇവിടെ നിന്നുള്ള ബഹളം കാരണം കുട്ടികൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയുണ്ട്. മാത്രമല്ല ഇടുങ്ങിയ റോഡിൽ പാർക്കിലേക്ക് വരുന്നവരുടെ വാഹനത്തിരക്ക് കാരണം പ്രദേശവാസികൾക്ക് വീടുകളിൽ നിന്ന് വാഹനം പുറത്തിറക്കാൻ കഴിയുന്നില്ലെന്നും പ്രദേശത്തുകാർ പറഞ്ഞു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കി പ്രദേശവാസികൾക്ക് ശല്യമില്ലാത്ത വിധത്തിൽ പാർക്ക് പ്രവർത്തിക്കുന്നതിനോട് തങ്ങൾക്ക് എതിർപ്പില്ല. ഒരു സുരക്ഷയുമില്ലാതെ പ്രവർത്തിക്കുന്ന പാർക്ക് അടിയന്തരമായി നിർത്തിവെക്കണമെന്നും കൗൺസിലർ CP പുഷ്പാനന്ദൻ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തോരാപുരം നെഞ്ചപ്പ നഗറിലെ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ആ പ്രദേശം സ്വൈര്യമായി നിന്നിരുന്ന അവസ്ഥ മാറി വാഹന തിരക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമായിട്ട് അവിടെ സായ പാർക്ക് എന്നുള്ള പാർക്ക് തുടങ്ങി. ആ പാർക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഗതാഗത യോഗ്യമായ റോഡോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പ്രദേശമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ അറിയാൻ സാധിച്ചു, പാർക്കിൽ നിന്ന് ഏതോ കുട്ടി അതിൻ്റെ റൈഡിൽ ഏതിലോ പങ്കെടുത്തപ്പോൾ തെറിച്ചു വീണു. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ അവിടുത്തെ കൗൺസിലർ എന്നുള്ള രീതിയിൽ അവിടുത്തെ ആളുകൾ എന്നോട് വന്ന് ചോദിച്ചു,
ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളത് മുനിസിപ്പാലിറ്റി അടുത്ത് വെച്ച് അവരുടെ ലൈസൻസ് എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ കണ്ടമാനം ജനങ്ങൾ വന്ന് അവിടെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ 3-4 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും അത് കൂടെ പോകാൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ വാഹന തിരക്ക് കാരണം ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ അവിടെ വന്ന് നോക്കിയറിയാം ആ റോഡുകളെ വീതിയും, അല്ലെങ്കിൽ അവിടെ നെഞ്ചപ്പ നഗർ അതുപോലെ തോരാപുരം നിവാസികൾക്കൊക്കെ അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് മാത്രമാണ് അവിടെ ഉള്ളത്. അതേസമയം നഗരസഭയ്ക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയെന്നും പാർക്കിന് നഗരസഭ ലൈസൻസ് നൽകിയിട്ടില്ലെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. അതുകൊണ്ട് തന്നെ പാർക്കിൽ എത്തുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആരാണെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. പ്രദേശവാസികളായ സൂരജ് ജോസഫ്, സീമ, ശ്രീനിവാസൻ, രാമകൃഷ്ണൻ എന്നിവരാണ് നഗരസഭയിലെത്തിയത്. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.